ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് സ്കോട്ട്ലൻഡിലേക്കാണ്. ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഈ അടിപൊളി 4-ഡേ ട്രിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെർബി എന്ന ചെറിയ ടൗണിൽ നിന്നാണ്. ഈസ്റ്റർ ഹോളിഡേസ് ആഘോഷിക്കാൻ ഞങ്ങൾ 4 പേരും സ്കോട്ട്ലൻഡിലേക്ക് ഒരു 4-ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ടൗണിൽ നിന്ന് കുറച്ച് പുറത്തെത്തിയപ്പോൾ തന്നെ കൺട്രി സൈഡിൽ കൂടെയുള്ള ഈ യാത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഉച്ചയായപ്പോൾ തന്നെ ഞങ്ങൾ ലഞ്ച് ബ്രേക്കിനായി ഇംഗ്ലണ്ടിലെ ലാസ്റ്റ് കഫേ എന്നറിയപ്പെടുന്ന റോച്ചസ്റ്റർ റെലിഷ് എന്ന കഫേയിൽ സ്റ്റോപ്പ് ചെയ്തു. അവിടെയും വേറെ മലയാളികൾ. ഒരു ടിപ്പിക്കൽ ഇംഗ്ലീഷ് സ്റ്റൈലിലുള്ള നല്ലൊരു കഫേ ആയിരുന്നു അത്. ഈ ലൊക്കേഷനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസും ഹിസ്റ്ററിയും ഒക്കെ അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഹോളിഡേ ആയതുകൊണ്ട് തന്നെ അത് ആഘോഷിക്കാൻ ഇറങ്ങിയ ഒരു ബൈക്കേഴ്സ് ഗ്യാങ്ങും അവിടുന്ന് ലഞ്ച് കഴിച്ചിറങ്ങി. എല്ലാവരും സോസേജും ബേക്കണും പൊട്ടാറ്റോ ഫ്രൈയും ഒക്കെയുള്ള ടിപ്പിക്കൽ ഇംഗ്ലീഷ് മീൽ ഓർഡർ ചെയ്തു. വൈകുന്നേരം വരെ പിടിച്ചു നിൽക്കാൻ ഇനി ഇത് മതി. ഈ കഫേയുടെ ലൊക്കേഷൻ തന്നെ അധികം ആൾതാമസമൊന്നും ഇല്ലാത്ത നല്ല പച്ചപ്പൊക്കെയുള്ള ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് ബോർഡർ ഇവിടുന്ന് ഒരു 10 മൈൽസ് ദൂരം മാത്രമാണ് ഉള്ളത്. ഈ ബോർഡർ ഒഫീഷ്യലി 1237 ട്രീറ്റി ഓഫ് യോർക്ക് വഴിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. എന്നാലും അതിനും എത്രയോ മുമ്പ് തന്നെ ഇവിടുത്തെ ആൻഷ്യൻ ട്രൈബൽസും റോമൻ എംപറേഴ്സും ഒക്കെയായി ഈ ബോർഡറിന് ബന്ധമുണ്ട്. അങ്ങനെ സ്കോട്ട്ലൻഡിൽ എത്തിയപ്പോൾ തന്നെ നല്ലൊരു വിൻമിൽ ഫാം കണ്ട് ഞങ്ങൾ നിർത്തി. ഒരു ഈവനിങ് ആയപ്പോൾ തന്നെ ഞങ്ങൾ സ്കോട്ട്ലൻഡിൻ്റെ ക്യാപിറ്റലായ എഡിൻബറ സിറ്റിയിലെത്തി. നേരത്തെ ബുക്ക് ചെയ്ത സ്റ്റേയിൽ ചെക്ക് ഇൻ ചെയ്ത് ഞങ്ങൾ സിറ്റി ഒന്ന് നടന്നു കാണാനിറങ്ങി. ഇവിടുത്തെ ഐക്കോണിക് പ്ലേസ് ആയ എഡിൻബറ പാലസും പിന്നെ ഇവിടുത്തെ ഫേമസ് റോഡായ റോയൽ മൈലും ഒക്കെയായി ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് എഡിൻബറയിൽ. ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും UK-യുടെ 2 കോൺസ്റ്റിറ്റ്യൂവൻ്റ് കൺട്രീസാണ്. അതുപോലെ തന്നെ വെയിൽസും നോർത്ത് അയർലൻഡും. 2 കൺട്രീസിനും സെപ്പറേറ്റ് ഹിസ്റ്ററിയും ലീഗൽ സിസ്റ്റവും ഒക്കെ ഉണ്ടെങ്കിലും UK-യുടെ ഒരു സിംഗിൾ സോവറിൻ സ്റ്റേറ്റിൻ്റെ അടിയിലാണ് വരുന്നത്. ഇവിടുത്തെ ഗാർഡൻസിൽ നിന്നിറങ്ങി ഞങ്ങൾ മേലെ കാസിൽ ഹില്ലിലേക്ക് നടന്നു. കുറേ സെഞ്ചുറീസ് മുമ്പേ ഉണ്ടാക്കി വെച്ച ഈ റോഡും കുറേ ബിൽഡിങ്ങും ഒക്കെ ഇന്നും പഴയ പ്രൗഢിയോടെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നടന്നു കടന്ന് ഹിൽ ടോപ്പിലുള്ള എഡിൻബറ കാസിലെത്തി. ഇവിടുന്ന് നോക്കിയാൽ മുഴുവൻ എഡിൻബറ സിറ്റിയുടെയും ഒരു ബേർഡ് ഐ വ്യൂ കാണാം.
എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരുന്ന റോയൽ മിലിറ്ററി എഡിൻബറ ഫെസ്റ്റിവലിൻ്റെ വെന്യൂ ആയ ഈ ഓപ്പൺ സ്പേസ് 1753 ഉണ്ടാക്കിയത്. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയായി ഈ റോയൽ മൈൽ റോഡിൽ ഞങ്ങൾ കുറച്ച് ദൂരം നടന്നപ്പോൾ തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു. സെക്കൻഡ് ഡേ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കുറച്ച് സണ്ണിയായിരുന്നു. എഡിൻബറ സിറ്റി നടന്നു കാണാൻ പറ്റിയ ക്ലൈമറ്റ്. ഞങ്ങളുടെ ഇന്നത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നാഷണൽ മ്യൂസിയം ഓഫ് സ്കോട്ട്ലൻഡ് ആയിരുന്നു. ഇവിടെ സ്കോട്ട്ലൻഡിൻ്റെ മുഴുവൻ ഹിസ്റ്ററിയും പിന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള കുറേ കളക്ഷൻസും ഉണ്ടായിരുന്നു. ഈ ഫസ്റ്റ് ഫ്ലോറിൽ കാണുന്നത് ഓരോ ടെക്നോളജീസിനും സ്കോട്ട്ലൻഡിനുള്ള കോൺട്രിബ്യൂഷൻസ് ആണ്. ക്ലോണിങ്ങിലൂടെ ഉണ്ടായ ആദ്യ മാമലായ ഡോളി എന്ന ഷീപ്പും ജനിച്ചത് സ്കോട്ട്ലൻഡിലാണ്. അതിൻ്റെ സ്റ്റഫ് ചെയ്ത ബോഡി ഇപ്പോഴും മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. വേറൊരു സെക്ഷനിൽ 12 മീറ്റർ വരെ ഹൈറ്റുള്ള ഒറിജിനൽ ഡൈനോസറിൻ്റെ ബോൺസും സ്റ്റഫ് ചെയ്തതും അല്ലാത്തതുമായ വേറെയും കുറേ ആനിമൽസിനെയും കാണാം. സ്കോട്ട്ലൻഡിലെ പഴയ നൈഫ്സും ഗൺസും പിന്നെ ചെസ് പീസസും ഒക്കെയുള്ള ഒരു വലിയ കളക്ഷൻസ് ഈ ഫ്ലോറിലുണ്ട്. ഈ കാണുന്നതാണ് ക്വീൻ മേരിയുടെ ഒറിജിനൽ ടോംബ്. സ്കോട്ട്ലൻഡ് ഉണ്ടായ കാലം മുതലുള്ള ഹിസ്റ്ററിയും പിന്നെ അവരുടെ ഫേമസ് ആയ സ്കോച്ച് വിസ്കിയുടെ ഡിസ്റ്റിലറിയുടെ മോഡലും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ മ്യൂസിയത്തിൻ്റെ റൂഫ് ടോപ്പിൽ പോയപ്പോൾ എഡിൻബറ കാസിലിൻ്റെയും ഈ സിറ്റിയിലെ പല ഫേമസ് ബിൽഡിങ്സിൻ്റെയും നല്ലൊരു വ്യൂ അവിടെ നിന്നാൽ കാണാമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വെതർ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയി. ഞങ്ങൾ അവിടുത്തെ ഹിസ്റ്റോറിക് റോഡായ റോയൽ മൈലിലൂടെ പിന്നെയും നടന്നു. ഇവിടുത്തെ ഫേമസ് മ്യൂസിക് ഇൻസ്ട്രുമെൻ്റായ ബാക്ക് പൈപ്പിൻ്റെ സൗണ്ടിൽ ആ ഏരിയയിൽ നല്ലൊരു സ്കോട്ടിഷ് ഫീൽ വന്നു. ഈ കാണുന്നതാണ് സെൻറ്റ് ജൈൽസ് കാത്തഡ്രൽ. ഈ സമയത്ത് അവിടെ ഒരു മാരേജ് ഫംഗ്ഷനും നടക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സും ഇട്ട് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ് വായിക്കുന്ന ഒരു സ്കോട്ടിഷ് ബാക്ക് പൈപ്പറെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പലതരം ആർട്ടിസ്റ്റുകളുടെ റോഡ് ഷോകളും ഈ റോഡിലൂടെ നടന്നാൽ നിങ്ങൾക്ക് കാണാം. എഡിൻബറ സിറ്റിയിലെ കാഴ്ചകൾ കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ മോഡേൺ മാർവലായ ഫോക്കർക്ക് വീൽ കാണാൻ പോയി. ഈ കാണുന്നത് വേൾഡിലുള്ള ഒരേ ഒരു റൊട്ടേറ്റിംഗ് ബോട്ട് ലിഫ്റ്റാണ്. 2 കനാൽസ് കണക്ട് ചെയ്യുന്ന ഈ സ്ട്രക്ചറിന് 35 മീറ്റേഴ്സ് ഹൈറ്റ് ഉണ്ടായിരുന്നു. വേറൊരു അത്ഭുതം, ഒരു കംപ്ലീറ്റ് റൊട്ടേഷന് വെറും 1.5 കിലോവാട്ട് പവർ മാത്രമാണ് ഇതിന് വേണ്ടത്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിളൊക്കെ വെച്ച് ഒരു പെർഫെക്റ്റ്ലി ബാലൻസ് ഡിസൈൻ ചെയ്ത ഒരു സ്ട്രക്ചറാണിത്. ഈ ഫോക്കർക്ക് വീൽ വരുന്നതിന് മുന്നേ ബോട്ടുകളൊക്കെ ഒരു കനാലിൽ നിന്നും മറ്റേ കനാലിലേക്ക് പോകാൻ ഏകദേശം ഒരു ദിവസം മുഴുവൻ എടുത്തിരുന്നു. ഇപ്പോൾ ഈ ബോട്ടുകൾക്കൊക്കെ ഈ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ മിനിറ്റുകൾ മാത്രം മതി. ഇവിടെ നിന്നിറങ്ങി ഞങ്ങൾ ഇവിടുത്തെ വേറൊരു ഐക്കോണിക് ലാൻഡ്മാർക്കായ കെൽപീസിലേക്ക് പോയി. 30 മീറ്റേഴ്സ് ഹൈറ്റുള്ള ഈ 2 കുതിരകളുടെ സ്ട്രക്ചർ 2014 ഓപ്പൺ ചെയ്തത്. ഡിസൈനറായ ആൻഡി സ്കോട്ടാണ് അത് ഡിസൈൻ ചെയ്തത്. സ്കോട്ടിഷ് നാടോടി കഥകളുടെ ഭാഗമായ കുതിരകളുടെ ഈ സ്ട്രക്ചർ ഉണ്ടാക്കാൻ ഉപയോഗിച്ച സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്ലാഡിങ്ങൾക്ക് ഓരോന്നിനും 300 ടണ്ണിലധികം വെയിറ്റ് വരും. ഒരു കാലത്ത് സ്കോട്ട്ലൻഡിൻ്റെ കുതിരവണ്ടികൾ ഓടിച്ചിരുന്നതും സ്കോട്ട്ലൻഡിൻ്റെ ഇക്കോണമിയുടെ ഒരു ഭാഗം തന്നെയായിരുന്നു ഈ കുതിരകൾ.
ഈ കെൽപ്പീസ് ഇരിക്കുന്ന ഹെലിക്സ് പാർക്കിൻ്റെ ഏരിയ തന്നെ ഒരു 350 ഹെക്ടറോളം വരും. ഞങ്ങളുടെ ഇന്നത്തെ സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്നത് സ്കോട്ട്ലൻഡിൻ്റെ കൾച്ചറൽ ക്യാപിറ്റലായ ഇൻവേർനസിലാണ്. കെയിൻകോം നാഷണൽ പാർക്കിലൂടെയാണ് അവിടേക്കുള്ള റോഡ് പോകുന്നത്. രാത്രിയോടുകൂടി ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടൽ റൂമിലെത്തി. ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ തീരുന്നില്ല. ഇനിയും 2 ദിവസം കൂടി സ്കോട്ട്ലൻഡിൻ്റെ പുതിയ സ്ഥലങ്ങളുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.